മക്കളെ, സെൻറ്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്, ഇനി നമ്മൾ സാധാരണ CPAS എന്നാണ് പറയുക. അപ്പോൾ CPASന് കീഴിലുള്ള നേഴ്സിംഗ് ആൻഡ് അലൈഡ് കോഴ്സസിൻ്റെ അഡ്മിഷൻ അല്ലെങ്കിൽ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ +2 മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നേഴ്സിങ്ങും അതേപോലെ തന്നെ അലൈഡ് കോഴ്സസും നടത്തുന്ന LBS ഉണ്ട്, CPAS ഉണ്ട്, പ്രൈവറ്റ് കോളേജുകളുടെ PNC MAC, അതേപോലെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കൺസോർഷ്യം, ഇതൊക്കെ നടത്തുന്ന പല രീതിയിലാണ് അഡ്മിഷൻ നടത്തുക. അതിൽ ഈ വർഷം 2026 നടത്തുന്ന ആദ്യത്തെ അല്ലെങ്കിൽ ഈ 2026 നോട്ടിഫിക്കേഷൻ പ്രകാരം ആദ്യത്തെ നോട്ടിഫിക്കേഷനാണ് CPASൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ബാക്കി LBSോ PNC MACോ ക്രിസ്ത്യൻ കൺസോർഷ്യമോ ഒന്നും ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ CPASൻ്റെ നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കലിൻ്റെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അഥവാ SMEയുടെ കീഴിൽ വരുന്ന പുതുപ്പള്ളി, ചെറുവാണ്ടൂർ, മണിമലക്കുന്ന്, നെടുങ്കണ്ടം, പാല, പത്തനംതിട്ട, അങ്കമാലി, കാഞ്ഞിരപ്പള്ളി, കൊട്ടാരക്കര, സീതത്തോട്, തൃത്താല, ഈ 11 ക്യാമ്പസുകളിലേക്കുള്ള അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനാണ്. ഇനി കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഒന്ന് BSc നേഴ്സിംഗ്, അലൈഡ് കോഴ്സസിൽ പിന്നീട് BSc MLT മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, BPT അഥവാ ഫിസിയോതെറാപ്പി, BSc മെഡിക്കൽ മൈക്രോബയോളജി, BPharm, അതേപോലെ BPharmൻ്റെ ലാറ്ററൽ എൻട്രി. അപ്പോൾ സാധാരണ +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഇത്രയുമാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുക. നേഴ്സിംഗ്, MLT, BPT, മെഡിക്കൽ മൈക്രോബയോളജി, BPharm, ഇത്രയും കാര്യങ്ങളാണ് ഒരു +2 കഴിഞ്ഞ കുട്ടിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതിലാദ്യത്തേത് BSc നേഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 4 വർഷത്തെ കോഴ്സാണ്. അതിൻ്റെ എലിജിബിലിറ്റി നോക്കുക. +2-ന് 50% മാർക്കുണ്ടാവണം. ഇതിനൊക്കെയാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇതിന് 3നും കൂടെ ചേർത്ത് 50% മാർക്കുണ്ടായാൽ മതി. ഈ സെലക്ഷനിൽ 50% സീറ്റ് ഗവൺമെൻറ് ഫിൽ ചെയ്യും LBS വഴിയും, 50% CPAS വഴിയുമാണ്. അതിൽ സീറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് കൂടി നോക്കുക. ഗാന്ധിനഗറിൽ ടോട്ടൽ 50 സീറ്റാണ്. അതിൽ 50 സീറ്റ് 25 സീറ്റ് LBS, ഈ ഗവൺമെൻറ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് LBS വഴിയാണ്. അപ്പോൾ നിങ്ങൾ CPASൻ്റെ ഈ കോളേജുകളിലേക്ക് LBS വഴിയും അപ്ലൈ ചെയ്യാം, CPAS വഴിയും അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് 2 വഴിയുണ്ട്. അപ്പോൾ CPAS വഴി അലോട്ട്മെൻറ്റ് നടക്കും 25 സീറ്റുകൾക്ക് ഗാന്ധിനഗറിലെ. ബാക്കി 25 സീറ്റുകളുടെ അഡ്മിഷൻ നടക്കുക LBS വഴിയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 വഴിയും അപ്ലൈ ചെയ്യാം. അപ്പോൾ CPASൽ അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന സീറ്റുകൾ മാത്രമാണ് കിട്ടുക, LBSൻ്റെ ഇത് കിട്ടൂല. LBS കിട്ടണമെങ്കിൽ LBS വേറെ അപ്ലൈ ചെയ്യണം. ഇനി CPAS നിങ്ങൾ, അതായത് ഈ രജിസ്ട്രേഷൻ നിങ്ങൾ ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് ഗാന്ധിനഗറിലെ 25 സീറ്റിന് വേണ്ടി അപേക്ഷിക്കാം, പുതുപ്പള്ളിയിൽ 25 സീറ്റ്, പാലായിൽ 25 സീറ്റ്, പത്തനംതിട്ടയിൽ 25 സീറ്റ്, മണിമലക്കുന്നിൽ 20 സീറ്റ്, നെടുങ്കണ്ടത്ത് 30 സീറ്റ്. ഇത്രയും സ്ഥലത്തേക്കാണ് CPASൻ്റെ BSc നേഴ്സിംഗിൻ്റെ അഡ്മിഷൻ നടക്കുക. ഇനി നേഴ്സിംഗിൻ്റെ ഫീസ് നോക്കുക. ഫസ്റ്റ് ഇയറിൽ 1,13,325 രൂപയാണ് ടോട്ടൽ അഡ്മിഷൻ ഫീയും കോഷൻ ഫീയും ക്ലിനിക്കൽ അഫിലിയേഷൻ ഫീയും കൺസ്യൂമബിളും ID കാർഡിൻ്റെ ഫീയും ലാബ് ചാർജും മെഡിക്കൽ ചെക്കപ്പും അതുപോലെ റിക്രിയേഷൻ ആൻഡ് സ്പോർട്സ് ഫീ, ട്രാൻസ്പോർട്ടേഷൻ, ടോട്ടൽ സ്പെഷ്യൽ ഫീ, ട്യൂഷൻ ഫീ എല്ലാം കൂടെ ചേർന്നിട്ടാണ് 1,13,325 രൂപ. സെക്കൻഡ് ഇയർ തുടങ്ങി അങ്ങോട്ട് 1,02,325 രൂപയാണ് 4 വർഷത്തേക്കുള്ള ഫീസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഒരു വർഷത്തെയും ഫീസ്. എന്നാൽ NRI ഫീസ് 1,25,300 ഫസ്റ്റ് ഇയറിലെങ്കിൽ 1,14,300 ബാക്കിയുള്ള വർഷങ്ങളിൽ വേണ്ടി വരിക. ഇനി ഇതേ സീറ്റിൽ SC ST അല്ലെങ്കിൽ OEC കാൻഡിഡേറ്റ് ആണ് കയറുന്നതെങ്കിൽ ഈ കമ്മ്യൂണിറ്റി അടയ്ക്കേണ്ടത് 11,000 രൂപയാണ് ഫസ്റ്റ് ഇയറിൽ. സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലും അടയ്ക്കേണ്ടതില്ല. അവർക്ക് ഗ്രാൻഡ് വരുന്നത് കൊണ്ട്, സ്കോളർഷിപ്പ് ഉള്ളതുകൊണ്ട് ഫസ്റ്റ് ഇയറിൽ 11,000 രൂപ മാത്രം അടച്ചാൽ മതി. ഇനി രണ്ടാമത്തെ കോഴ്സ് BSc MLT മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയാണ്. 4 വർഷത്തെ കോഴ്സാണ്. +2-ന് 50% മാർക്ക് ഉണ്ടാവണം, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ചേർത്ത്. സീറ്റ് നോക്കുക. CPAS അലോട്ട് ചെയ്യുക. ഗാന്ധിനഗറിലെ 15 സീറ്റ്, പുതുപ്പള്ളിയിലെ 15 സീറ്റ്, മണിമലക്കുന്ന് 15 സീറ്റ്, അങ്കമാലിയിലെ 20 സീറ്റ്. ഇതിൽ ഫീ നോക്കുക. 1,20,065 രൂപയാണ് ഫസ്റ്റ് ഇയറിൽ. സെക്കൻഡ് ഇയറിൽ 1,07,500, തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലും അത് തന്നെയാണ് ഫീ. എന്നാൽ NRI ഫീസ് US ഡോളറിലാണ് കൊടുത്തിരിക്കുന്നത്. $2,562 ഫസ്റ്റ് ഇയറിൽ, പിന്നീട് അങ്ങോട്ട് $2,486. അത് SC ST OEC കാൻഡിഡേറ്റ് ആണെങ്കിൽ 12,000 രൂപ ഫസ്റ്റ് ഇയറിൽ അടയ്ക്കുക, ബാക്കിയുള്ള വർഷങ്ങളിൽ ഫീസ് ഇല്ല. പിന്നെയുള്ളത് BPT ഫിസിയോതെറാപ്പിയാണ്. 4 വർഷത്തെ പ്രോഗ്രാമും കോഴ്സും 6 മാസത്തെ ഇൻറ്റേൺഷിപ്പുമാണ്. +2-ന് 50% മാർക്ക് ഉണ്ടാവണം, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ചേർത്ത്. സീറ്റ് നോക്കുക. ഗാന്ധിനഗറിൽ 20 സീറ്റ്, അങ്കമാലിയിൽ 20 സീറ്റ്. ഫീസ് ആദ്യ വർഷം 1,07,515,
ബാക്കിയുള്ള വർഷങ്ങളിൽ രണ്ടാമത്തെ വർഷം 1,03,150, പിന്നെ 1,08,150, 1,10,150. ബാക്കി എല്ലായിടത്തും സെക്കൻഡ് തേർഡും ഫോർത്ത് ഇയറും ഒരേ ഫീ ആണെങ്കിൽ ഇവിടെ ചെറിയ വേരിയേഷൻ ഉണ്ട്. NRIയിലാണെങ്കിൽ ഡോളറിലാണ് $2,143 ജോയിൻ ചെയ്യും ഫസ്റ്റ് ഇയറിൽ, പിന്നെ 2,185, 2,245, 2,345. SC/ST OEC കാൻഡിഡേറ്റ്സ് 12,000 രൂപ അടച്ചാൽ മതി. പിന്നീടുള്ള വർഷങ്ങളിൽ ഫീസ് അടയ്ക്കേണ്ടതില്ല. പിന്നുള്ളത് BSc മെഡിക്കൽ മൈക്രോബയോളജി 4 വർഷത്തെ കോഴ്സ്, 50% മാർക്ക് ഉണ്ടാവണം ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ചേർത്ത്. ഇവിടെ ഗാന്ധിനഗറിലെ ക്യാമ്പസിലാണ്. CPASൻ്റെ അലോട്ട്മെൻറ്റ് 22 സീറ്റുകളിലേക്കാണ്. ഇവിടുത്തെ ഫീസ് നോക്കുക. ഫസ്റ്റ് ഇയറിൽ 76,265 രൂപയാണ് ഫീ, സെക്കൻഡ് ഇയറിൽ 64,400, തേർഡ് ഇയറിൽ 69,400, ഫോർത്ത് ഇയറിൽ 74,400. NRI ഫീസ് ആണെങ്കിൽ $1,601 ഫസ്റ്റ് ഇയറിൽ, 1,495 സെക്കൻഡ് ഇയർ, 1,605 തേർഡ് ഇയർ, 1,715 ഫോർത്ത് ഇയർ. SC/ST അല്ലെങ്കിൽ OEC കാൻഡിഡേറ്റ് 12,000 രൂപ പിന്നീടുള്ള വർഷങ്ങളിൽ ഫീസ് അടയ്ക്കേണ്ടതില്ല. പിന്നെയുള്ളത് BPharm ആണ്. 4 വർഷത്തെ പ്രോഗ്രാമാണ്. ഇതിൻ്റെ എലിജിബിലിറ്റി നോക്കുക. 50% മാർക്ക് ഉണ്ടാവണം ബയോളജിക്ക് മാത്രം, അല്ലെങ്കിൽ മാത്സ് മാത്രം. ഇതിലേതെങ്കിലും ഒന്ന്. ബയോളജിക്ക് മാത്രം 50%, ബയോളജി പഠിച്ചിട്ടില്ലെങ്കിൽ മാത്സിന് മാത്രം 50%. അത് മാത്രമല്ല, ഫിസിക്സും കെമിസ്ട്രിയും ഈ ബയോളജി അല്ലെങ്കിൽ മാത്സ് ഏതാണോ പഠിച്ചിരിക്കുന്നത് ഇത് മൂന്നൂടെ ചേർത്ത് 50% അഗ്രിഗേറ്റും ഉണ്ടാവണം. 3 സബ്ജക്റ്റൂടെ ചേർത്ത് 50% ഉണ്ടാവണം. ബയോളജിക്ക് അല്ലെങ്കിൽ മാത്സിന് ഇൻഡിവിജ്വലിയും 50% ഉണ്ടാവണം. ഓക്കെ, ഇനി സീറ്റ് നോക്കുക. ചെറുവാണ്ടൂർ 30 സീറ്റാണ് CPAS അലോട്ട് ചെയ്യുക, പുതുപ്പള്ളിയിലും 30 സീറ്റാണ്. ഇനി ഫീസ് നോക്കുക. ഫസ്റ്റ് ഇയറിൽ 1,37,565 രൂപയാണ്. പിന്നീട് അങ്ങോട്ടുള്ള വർഷങ്ങളിൽ 1,23,550 രൂപയാണ് ബാക്കിയുള്ള വർഷങ്ങളിൽ. ലാസ്റ്റ് ഇയറിൽ മാത്രം 1,34,550. ഇതാണ് ഏകദേശം 1,37,565 ആദ്യ വർഷവും അവസാനം 1,34,000. സെക്കൻഡും തേർഡ് ഇയറിലും 1,23,550. NRI സീറ്റിലാണെങ്കിൽ $2,320 ഫസ്റ്റ് ഇയറിൽ, $2,100 സെക്കൻഡ് ഇയറിൽ, തേർഡ് ഇയറിലും 2,100, ലാസ്റ്റ് ഇയർ $2,280. SC/ST അല്ലെങ്കിൽ OEC കാൻഡിഡേറ്റിന് 12,000 രൂപ പിന്നീട് ഫീസില്ല. ഇനി അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, 10% സീറ്റുകൾ എങ്ങോട്ട് റിസർവ് ചെയ്തിരിക്കുന്നു? SME UG, അതായത് പുതുപ്പള്ളി സെൻറ്ററിലെ ആ സീറ്റുകളുടെ 10% ആർക്കൊക്കെയാണെന്ന് ചോദിച്ചാൽ കാൻഡിഡേറ്റ്സ് ബിലോങ്സ് ടു അയർക്കുന്നം, അതായത് ഈ പഞ്ചായത്തുകൾ: അയർക്കുന്നം പഞ്ചായത്ത്, അകലക്കുന്നം പഞ്ചായത്ത്, മണർകാട് പഞ്ചായത്ത്, കുരോപ്പട, മീനടം, പള്ളിക്കത്തോട്, പാമ്പാടി, പനച്ചിക്കാട്, വാകത്താനം, വിജയപുരം ആൻഡ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തുകളിലെ കുട്ടികൾക്കായിട്ട് 10% സീറ്റ് മാറ്റിയിട്ടുണ്ട്. ഏതാണ്? പുതുപ്പള്ളിയിലെ 10% സീറ്റ്. ഇനി നെടുങ്കണ്ടം സെൻറ്ററിലെ ടോട്ടൽ സീറ്റുകളുടെ 10% ഉടുമ്പൻചോല താലൂക്കിലെ കുട്ടികൾക്ക് മാറ്റിയിട്ടുണ്ട്. അതേപോലെ പാലാ സെൻറ്ററിലെ ടോട്ടൽ സീറ്റിൻ്റെ 10% പാലാ മുനിസിപ്പാലിറ്റിയിലെ, അതുപോലെ മരങ്ങാട്ടുപള്ളിയിലെ, കരൂരെ, മുത്തൂലി ഗ്രാമപഞ്ചായത്തിലെ ഈ പഞ്ചായത്തുകളിലെ കുട്ടികൾക്കായിട്ടും മാറ്റിയിട്ടുണ്ട്. അതേപോലെ മണിമലക്കുന്ന് സെൻറ്ററിലെ 10% സീറ്റ് പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്തിലെ കുട്ടികൾക്കായിട്ടും മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അപ്ലൈ ചെയ്യുമ്പം ശ്രദ്ധിക്കുക. അതായത് കുട്ടികൾ അപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ +2ൻ്റെ മാർക്ക് കയ്യിലുണ്ടാവണം, അതേപോലെ ഫോട്ടോഗ്രാഫ് കയ്യിലുണ്ടാവണം, പിന്നെ നിങ്ങളുടെ റിസർവേഷൻ ക്ലെയിം ചെയ്യാനുള്ള SC/ST കുട്ടികളാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതേപോലെ NCL സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, അതായത് നിങ്ങൾ മുമ്പ് ആപ്ലിക്കേഷൻ വേണ്ടി ഉപയോഗിച്ച അതേ ഡോക്യുമെൻറ്റുകൾ ഇവിടെയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി NRI ആപ്ലിക്കേഷൻ സെപ്പറേറ്റ് ആണ്. അതായത് ഒരു കുട്ടിക്ക് NRIയിലും അപ്ലൈ ചെയ്യാം, മെറിറ്റിൽ നേരെയും അപ്ലൈ ചെയ്യാം. NRIയിൽ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക. NRIക്ക് വേണ്ട ഡോക്യുമെൻറ്റുകൾ പാസ്പോർട്ട് കോപ്പി ആൻഡ് വിസ അറ്റസ്റ്റഡ് ബൈ ദ എംബസി, ഇത് നിങ്ങൾക്ക് നിർബന്ധമായിട്ടുണ്ടാവണം. അതേപോലെ വിസ ഓഫ് ദ സ്പോൺസർ ഷുഡ് ബി വാലിഡ് ടിൽ ദ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ. അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് വരെ വാലിഡ് ആയിരിക്കുന്ന വിസ ആയിരിക്കണം. ഇൻ കേസ് സ്പോൺസേഴ്സ് എംപ്ലോയ്മെൻറ്റ് ഈസ് നോട്ട് മെൻഷൻഡ്, ഇതിൽ എംപ്ലോയ്മെൻറ്റ് മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. ഓക്കെ, എംബസിയിൽ നിന്നുള്ള അല്ലെങ്കിൽ കോൺസുലേറ്റിൽ നിന്നുള്ള എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. അതേപോലെ സർട്ടിഫിക്കറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന റിലേഷൻഷിപ്പ്, സ്പോൺസറുടെ റിലേഷൻഷിപ്പ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും ഉണ്ടാവണം. അതുപോലെ ശ്രദ്ധിക്കുക, കാൻഡിഡേറ്റ്സ് അപ്ലൈയിങ് ഫോർ അഡ്മിഷൻ ടു ഓൾ കോഴ്സസ് അണ്ടർ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഷുഡ് അപ്ലൈ ഓൺലൈൻ ഓൺ ഓർ ബിഫോർ ദ ലാസ്റ്റ് ഡേറ്റ് മെൻഷൻഡ്. ഇവിടെ ലാസ്റ്റ് ഡേറ്റ് മെൻഷൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ പ്രോസ്പെക്ടസിൽ റിലീസ് ചെയ്തിരിക്കുന്നത്, ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പ്രോസ്പെക്ടസിൽ അവർ ലാസ്റ്റ് ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടില്ല. മോസ്റ്റ് പ്രോബബ്ലി ജൂൺ 30 വരെ എന്തായാലും ഉണ്ടാവും. സാധാരണഗതിയിൽ എൻഡ് ആവുന്നതിന് മുമ്പ് അവർ ഇൻറ്റിമേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിലവിൽ 30-ാം തീയതി വരെ സമയമുണ്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി ഓൺലൈൻ സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻ ഫോം മേ ബി മെയ്ഡ്. എങ്ങനെയാണ് കൊടുക്കേണ്ടത്? cpas.ac.in എന്നുള്ള സൈറ്റിലോ അല്ലെങ്കിൽ cpasadmission.com എന്നുള്ള സൈറ്റിലോ, ഈ 2 സൈറ്റിൽ ഇവിടെയും നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം. cpas.ac.in എന്നുള്ള സൈറ്റ് ഉപയോഗിക്കാം. ഇനി
കോപ്പി ഓഫ് ദ പ്രിൻ്റ് ഔട്ട് ഓഫ് ദ ആപ്ലിക്കേഷൻ ഫോം മസ്റ്റ് ബി റീറ്റെയിൻഡ്. നിങ്ങളുടെ കയ്യിൽ ഈ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും, കൺഫർമേഷൻ പേജ്, അത് സൂക്ഷിച്ച് വയ്ക്കാം. ഇനി ആപ്ലിക്കേഷൻ ഫീ നോക്കുക. ദ ആപ്ലിക്കൻ ഹാസ് ടു റിമിറ്റ് ₹800. 800 രൂപയാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഫീ. എന്നാൽ SC/ST കാൻഡിഡേറ്റിന് അത് 400 രൂപയാണ്. എന്നാൽ NRI ആപ്ലിക്കേഷനിൽ 2500 രൂപയാണ്. ഓക്കെ, സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഷുഡ് ബി സബ്മിറ്റഡ് ഫോർ NRIക്ക് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ വേണം. ഓക്കെ, അപ്പോൾ 800 രൂപ നോർമലി, 400 രൂപ SC/ST കാൻഡിഡേറ്റിന്, 2500 രൂപ NRI കോട്ടയ്ക്ക്. ഓക്കെ, അപ്പോൾ CPASന് കീഴിൽ വരുന്ന SME അഥവാ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിലെ നഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സസിൻ്റെയും അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർ പബ്ലിഷ് ചെയ്ത പ്രോസ്പെക്ടസിലെ ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റ് അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് ഞാനത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.